ഈ കേരളത്തിന്റെ ജില്ലകളിൽ ഏറ്റവും ശാന്ത സ്വഭാവക്കാരായ ജില്ലക്കാർ വയനാട് ജില്ലക്കാർ. കുറെ വർഷത്തെ പരിചയം വെച്ചിട്ട് ഞാൻ പറയാണ്, വയനാട് ജില്ലക്കാർ ശാന്ത സ്വഭാവക്കാരാണെന്ന് മാത്രമല്ല, വർഗീയത അല്ലെങ്കിൽ സ്വജനപക്ഷപാതം അല്ലെങ്കിൽ കുടുംബമാഹാത്മ്യത്തിന്റെ പോര് അല്ലെങ്കിൽ സമ്പത്തിന്റെ ഡംപ് ഇതൊന്നുമില്ലാത്ത പാവങ്ങളായ കുറെ ആളുകൾ. സമ്പത്ത് കൊണ്ട് അവർ വലിയ നിലയിലുള്ളവരായിരിക്കും. സമ്പത്തൊന്നിന്റെ മാനദണ്ഡമേ അല്ല. അവ എല്ലാ നിലയിലും നല്ല സ്വഭാവക്കാരായ വയനാട് ജില്ലക്കാർ ഈ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഒരു കാര്യം കൂടി അവർ തെളിയിച്ചിരിക്കുകയാണ്: ഏറ്റവും സഹനശീലരും അവർ തന്നെ. നമ്മളൊക്കെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ, ദിനപത്രങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ ഒക്കെ നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ നമുക്കൊന്നെടുത്ത് ഉദ്ധരിക്കാൻ പോലും കഴിയാത്ത വണ്ണം ഭീകരമായ നിലയിൽ ഒരു പ്രകൃതി ദുരന്തം അവരെ തേടിയെത്തി. രാഹുൽ ഗാന്ധിയുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ ദേശീയ ദുരന്തമായി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ടാണ് വയനാട് ദുരന്തത്തെ ഉൾപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ഈ സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇസ്ലാമിന്റെ ചില സൂചനകളെ സംബന്ധിച്ച് പറയണം. ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഉള്ളതിന് പൊടുപ്പുകവരം കൊടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത വണ്ണം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, എന്റെ സമുദായത്തിന്, എന്റെ ജനങ്ങൾക്ക്, എന്റെ കാലഘട്ടക്കാർക്കൊരു കാലം വരാനുണ്ട്. ആ കാലത്തിന്റെ പ്രത്യേകത ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചെങ്കിൽ എന്ന് കൊതിക്കും. വാക്ക് വളരെ കൃത്യമായി പദാനുപദമായി തന്നെ ഞാൻ പറയുകയാണ്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചെങ്കിൽ എന്ന് കൊതിച്ചു പോകും. എന്തിന്റെ പേരിലാണ്? അവർ ദുനിയാവിൽ ചിലത് കണ്ടു. ഭൂമികുലുക്കം, നാശം, പരീക്ഷണങ്ങളും ഭൂമികുലുക്കം അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളും ക്ഷോഭങ്ങളും ഒരു സമൂഹം നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, വയനാട് ജില്ലയിൽ ഒരു ദുരന്തം നടക്കുമ്പോൾ തിരുവനന്തപുരത്തുകാരെ ഞങ്ങളും കൂടി വയനാട്ടിലായിരുന്നെങ്കിൽ, മുണ്ടക്കൈയിലായിരുന്നെങ്കിൽ, ചൂരൽമലയിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പുത്തുമലയിലായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുമെന്നല്ല ഈ പറയുന്നത്. അത് വളരെ കൃത്യമായി നമ്മൾ കണ്ടു. തന്റെ പ്രിയപ്പെട്ട 16 കുടുംബങ്ങൾ ഒലിച്ചുപോയ 16 കുടുംബാംഗങ്ങൾ ഒലിച്ചുപോയ പാവപ്പെട്ട ഒരു സഹോദരന്റെ നിലവിളി നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്: എന്നെ എന്തിന് പടച്ചതമ്പുരാൻ ബാക്കിയാക്കി? എന്നെ എന്തിനാണ് അല്ലാഹു ബാക്കിയാക്കിയത്? എന്നെ കൂടെ അങ്ങ് വിളിക്കാമായിരുന്നില്ലേ? ഞാനും കൂടി മരിച്ചിരുന്നെങ്കിൽ ഇത്രയും 16 പേരുടെ വിയോഗം ഞാൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് സങ്കടപ്പെടുന്ന ഒരു മനുഷ്യന്റെ വാക്കിനെയല്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 മുമ്പ് പ്രഖ്യാപിച്ചത്? അല്ലാതെ ഒരു സുനാമി ഉണ്ടാകുമ്പോ പടച്ചവനെ ഞങ്ങള് പൂന്തറയിലോ ഭീമാപ്പള്ളിയിലോ ശംഖുമുഖത്തോ തീരദേശ പ്രദേശത്തായിരുന്നെങ്കിൽ എന്ന് ഈ മണക്കാടുകാരോ അല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ളവരോ ആഗ്രഹിക്കുമെന്നല്ല അർത്ഥം. കുടുംബക്കാര് മുഴുവനും മരണത്തിലേക്ക് ഒലിച്ചു പോകുമ്പോ പടച്ചവനെ ഞാൻ എന്തിനാണ് ബാക്കി? എന്നെ കൂടെ കൊണ്ടുപോയിടായിരുന്നോ എന്ന് കൊതിക്കുമെന്ന് പറഞ്ഞെടുത്താണ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സൂചന സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ക്ഷാമം എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊക്കെ പറയാറുണ്ട്, കഷ്ടപ്പാട്, ക്ഷാമം എന്ന് പറഞ്ഞാൽ മഴയില്ലാതിരിക്കുക, വിഷമിക്കുക, ബുദ്ധിമുട്ട് അനുഭവിക്കുക, ഇതൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പൊ മുസ്ലിം
റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൈസൽ ജദ്ബു, ഒരിക്കലും ക്ഷാമമല്ല, പ്രതിസന്ധിയല്ല, ഇല്ല അല്ല തുന്തറു, നിങ്ങൾക്ക് മഴ കിട്ടാതിരിക്കലല്ല നിങ്ങളുടെ ക്ഷാമം, മഴ കിട്ടാതിരിക്കലല്ല നിങ്ങൾ അനുഭവിക്കുന്ന ക്ഷാമവും പ്രതിസന്ധിയും, മറിച്ച് ഇന്നമൽ ജദ്ബു, ക്ഷാമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മഴ കിട്ടലാണ്, വീണ്ടും മഴ പെയ്യലാണ്. പക്ഷേ ഒരു ചെടിയെ മുളപ്പിക്കാത്ത നിലയിൽ മഴ വീണ്ടും വീണ്ടും പെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നാശം, അല്ലാതെ മഴയില്ലാതിരിക്കലല്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ചിന്തിച്ചു നോക്ക്, മഴയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഭൂമി ഒന്നും മുളപ്പിക്കില്ല, പട്ടിണിയാൻ, മനുഷ്യൻ വെള്ളമില്ലാതെ മരിക്കും, കന്നുകാലികൾ ചത്തൊടുക്കും, നമുക്ക് വെള്ളമില്ലെങ്കിൽ കരണ്ടില്ല, എല്ലാം സ്തംഭിക്കും. മനുഷ്യന് വെള്ളമാണ് ബേസ്. ഭക്ഷണമില്ലാതെ മാസങ്ങളോളം ഇരിക്കാം, കരണ്ടില്ലാതെ മാസങ്ങളോളം ഇരിക്കാം, ആശയവിനിമയമില്ലാതെ മാസങ്ങളോളം ഇരിക്കാം. ചോദിക്കട്ടെ, 48 മണിക്കൂർ വെള്ളമില്ലാതെ ഇരിക്കാൻ ഏതും എടുക്കാനാണ് കഴിയുക? ആർക്കാണ് കഴിയുക? വെള്ളമാണ് ബേസിക്. പക്ഷേ ആ വെള്ളം നിങ്ങൾക്ക് കിട്ടാതിരിക്കലല്ല നിങ്ങളുടെ നാശം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽഇന്നമൽ ജദ്ബു നാശം ഒരു സസ്യങ്ങളെ മുളപ്പിക്കാത്ത നിലയിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നാശമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിരുന്നു. ആയിഷ ബീവിയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മഴ പെയ്യുമ്പോ, മഴക്കാർ വരുമ്പോ, മേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് പേടിയായിരുന്നു. നമുക്ക് പേടിയില്ല. നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ ഉരുളുപൊട്ടാനാ, ഇവിടെ ഉരുളുപൊട്ടാനാ. ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ള പടച്ചതമ്പുരാന് ഈ മണക്കാടും ഈ തീരദേശ പ്രദേശങ്ങളെന്ന് നമ്മൾ പറയുന്ന ഭാഗങ്ങളിൽ ഉരുൾപൊട്ടിപ്പിക്കാൻ പടച്ചതമ്പുരാന് വലിയ താമസമൊന്നുമില്ല. നമ്മൾ കരുതുന്നത് ഇവിടെ മലയുണ്ടോ, ഇവിടെ വലിയ പർവ്വതങ്ങളുണ്ടോ, ഇവിടെ കുന്നുപ്രദേശങ്ങളുണ്ടോ, ഇതൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഉരുൾപൊട്ടുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിന് അതിന് കഴിയും. അള്ളാഹു അതിന് കഴിവുള്ളവനാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, മഴക്കാർ വന്നു കഴിഞ്ഞാൽ, കാർമേഘം വന്നു കഴിഞ്ഞാൽ, ഇദാ റഅ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഇദാ റഅ മഖീലത ഫി സമാഇ, മഖീലത എന്ന് പറഞ്ഞാൽ മഴക്കാറ് മേഘം ഇരുണ്ടു മൂടുന്നത് നബി തങ്ങൾ കണ്ടാൽ അഖബല വ അദ്ബറ, മുന്നോട്ടും പിന്നോട്ടും റസൂലുള്ളാഹി നടക്കും. നമുക്കറിയാലോ, ഒരാളെ പേടിക്കുമ്പോ അയാളുടെ നടത്തം കൂടും, ബ്ലഡ് പ്രഷർ കൂടും, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഉലാത്തും. അകത്ത് കയറും വെളിയിലിറങ്ങും, അകത്ത് കയറും വെളിയിലിറങ്ങും. ആ ഒരു അവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മുഖം വല്ലാതെ പേടിപ്പെടുത്തുന്ന മുഖമായിരിക്കും. എന്നാ മഴ അങ്ങോട്ട് പെയ്താലോ സുരിയായിട്ട് സന്തോഷമായി. മഴ പെയ്യുന്നത് വരെ റസൂലുള്ളാഹിന് വല്ലാത്തൊരു വെപ്രാളമാണ്. ആയിഷ ബീവി കണ്ടിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? മഴക്കാറ് കണ്ടാൽ അങ്ങ് മുന്നോട്ടും പിന്നോട്ടും നടന്ന് പുറത്തിറങ്ങി അകത്ത് കയറി മുഖം വല്ലാതെ വിവർണമായി, ഭയവികുലനായി, സംഭീതനായി, പരിഭ്രമചിത്തനായി, വിഷണ്ണനായി, വ്യാകുല വിഹ്വലനായി അങ്ങനെ കാണുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആദ സമൂഹത്തിന്റെ പരീക്ഷണം അല്ലാഹു തആല കൊടുത്തത് കാർമേഘങ്ങളിൽ ഇട്ടുമൂടിയിട്ടായിരുന്നു. ആ കാർമേഘങ്ങളിൽ നിന്ന് അല്ലാഹു തആല പരീക്ഷണത്തിന്റെയും അവന്റെ കോപത്തിന്റെയും അവന്റെ നിഗ്രഹത്തിന്റെയും മഴകൾ പെയ്യിപ്പിച്ചപ്പോൾ അവർ നശിച്ചുപോയി. എന്റെ സമുദായത്തിന് അങ്ങനെ ഒരു ദുരന്തം വരുമോ എന്ന പേടിയാണ് എനിക്ക്. മഴ പെയ്യാൻ തുടങ്ങിയാൽ ആശ്വാസമായി, മഴ പെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് സമാധാനമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ആയത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഉണർത്താനുണ്ട്. 3 ആയത്തുകൾ. വയനാടിന്റെ ചരിത്രങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് പറയണ്ട, നമ്മളൊക്കെ ടിവിയുടെ മുമ്പിലാണ്, നമ്മളെപ്പോഴും മൊബൈലില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ. വിവരിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത, മസ്തിഷ്കത്തിൽ അർബുദം ബാധിച്ചിട്ടില്ലാത്ത, തലയിൽ ചാണകമല്ലാത്ത, അത്
തലച്ചോറ് മാത്രമുള്ള, അത് ഏത് മതവിഭാഗമാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും അവർക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ദുരന്ത ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ. വയനാട് ജില്ലയിൽ ഈ സംഭവം നടക്കുന്നതിന്റെ 5-6 കിലോമീറ്റർ പുറത്ത് പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ പറയപ്പെട്ട സ്ഥലത്തൊന്നും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ആ ഭാഗത്ത് നിന്ന് പറഞ്ഞത്, ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് നാവ് കയ്യിൽ കിട്ടുന്നു. ആലോചിച്ച് നോക്കണം. ആർത്തട്ടഹസിച്ച് വരുന്ന വലിയ വലിയ ഭീമാകാരമായ മരങ്ങളുടെയും പാറക്കൂട്ടങ്ങളുടെയും മലവെള്ളപ്പാച്ചിന്റെയും ഇടയിൽ ആർത്തട്ടഹസിച്ച് വരുന്ന ഈ ഉരുൾപൊട്ടലിൽ നിലവിളിക്കുന്ന പാവപ്പെട്ടവരെ ആ നിലയിൽ തന്നെ വെള്ളം എടുത്തുകൊണ്ട് പോകുമ്പോൾ നാവ് മുറിഞ്ഞിട്ട് നാവ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. പോത്തിനെ അറുത്തിട്ട് അതിന്റെ കാലിന്റെ ഭാഗം എടുത്തുകൊണ്ട് വരുമ്പോൾ മയ്യത്തുകൾ നമ്മൾ കണ്ടു. ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ. പണ്ട് എവിടെയൊക്കെയോ നമ്മൾ കേട്ടത്, എവിടെയൊക്കെയോ നമ്മൾ വായിച്ച് മറന്നത് നമ്മുടെ നാട്ടിലുണ്ടായി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുക? തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കയ്യിൽ ഇങ്ങനെ വലിച്ചു കയറ്റുമ്പോ വലിയ പാറകൾ വന്നിട്ട് ഉമ്മ എടുത്തുകൊണ്ട് പോയി ആ മകൾ മുറിവുകളോടെ അഭയാർത്ഥിക്കാൻ വേണ്ടി ഉമ്മ വെള്ളത്തിനടി മണ്ണിനടിയില്. ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്താ കരുതിയത്? 300 മരണം കവിഞ്ഞു. നമ്മൾ പറയുന്നത് എന്താ? കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം 300 പേര് മരിച്ചു എന്നുള്ളത് ചെറിയ ദുരന്തമാണോ? 300 ആണോ? 500 ആണോ? 700 ആണോ? അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കാണേണ്ടി വരും. അല്ലാഹു ഇനിയും മരണങ്ങൾ കൂട്ടാതിരിക്കട്ടെ. പക്ഷേ ഇനിയും എത്രയോ മയ്യത്തുകൾ മണ്ണിനടിയിലായി, എത്രയോ ഓരോ മയ്യത്തുകളെ തേടിപ്പോകുന്ന ആളുകൾ ചവിട്ടിപ്പോകുന്നത് മയ്യത്തുകളുടെ മുകളിലൂടെയാണ്. അറിയുന്നില്ല. കുഞ്ഞുമക്കൾ ഒരു ഭാര്യ തന്റെ ഭർത്താവിന് സമ്മാനം കൊടുത്ത ഒരു മോതിരം, ലത എന്നാണ് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ പേര്. ആ സഹോദരൻ തന്റെ ഭാര്യ തന്ന വിവാഹ സമ്മാനം തന്റെ കൈവിരലിൽ അണിഞ്ഞു. അവസാനം ആ സഹോദരൻ ദുരന്തത്തിൽപ്പെട്ടു. ഭാര്യ അഭയാർത്ഥിക്കാവില്ല. ആ പ്രിയപ്പെട്ട ഭാര്യ അവിടെ കൂടുന്ന ആളുകളോട് പറഞ്ഞു, ലതായി എഴുതിയ മോതിരമുള്ള മയ്യത്ത് ബോഡി കാണുന്നെങ്കിൽ ഒന്നും പറയണേ എന്ന് പറയുന്നു. അവസാനം എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നു. നിലമ്പൂർ ഭാഗത്ത് അവിടെ അടിഞ്ഞുകൂടിയ ബോഡികളിൽ ഒരു ബോഡിയുടെ കയ്യിൽ ഒരു മോതിരം കിടക്കുന്നത് കണ്ടിട്ട് പോലീസ് പരിശോധിക്കുമ്പോ അതിൽ ലതാ എന്ന് എഴുതിയിരിക്കുന്നു. ഉറപ്പിച്ചു ഭാര്യ, എന്റെ ഭർത്താവ് മരിച്ചു എന്ന്. 13-14 പേര് മരിച്ചിട്ട് അവർക്ക് കരച്ചിലില്ല. കരയുന്നതിനപ്പുറത്താണ്. നമുക്ക് നിലവിളിച്ച് കരയും നമ്മൾ. പക്ഷെ ഒരു പരിധി വിട്ടാൽ പിന്നെ നമുക്ക് നിശബ്ദതയായിരിക്കും. വാപ്പ മരിച്ചു, പ്രതീക്ഷിതമായി സഹിക്കാൻ പറ്റുന്നില്ല. കുറെ കരഞ്ഞു, കണ്ണുനീര് വറ്റി. അവസാനം വാപ്പയുടെ മയ്യത്ത് നോക്കിയിട്ട് കരച്ചിൽ വരുന്നില്ല. എന്റെ സ്നേഹം കുറഞ്ഞതുകൊണ്ടാണോ? കരയാൻ കണ്ണീരില്ല. വയനാട്ടിലെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോയ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് കണ്ണീര് വരാത്തത് കരുണ പറ്റിപ്പോയതിന്റെ പേരിലല്ല. ഇനി അവരിൽ കണ്ണുനീര് അവശേഷിക്കുന്നില്ല. അവർ നിശബ്ദത മാത്രമാണ് അവർക്കുള്ളത്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, മുസ്ലിങ്ങൾ എന്നല്ല, നമ്മുടെ സഹോദരങ്ങൾ, മനുഷ്യർ അവിടെ പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഓർത്തെടുത്ത് അവർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്നത്തെ മെമ്പറുകൾ കേരളത്തിലും ഇന്ത്യയിലും അതുപോലെ തന്നെ മുഴുവൻ പ്രദേശങ്ങളിലും മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ പള്ളി മെമ്പറുകളും ശ്രദ്ധിക്കുമ്പോ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി, അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആയായി നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് കടപ്പാട് പൂർത്തീകരിക്കാൻ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ചയായി മാറുമ്പോ 3 ആയത്തുകളാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്. 1 സൂറത്തുൽ അഅറാഫ് 97, 2 സൂറത്തുൽ അഅറാഫ് 98, പിന്നെ സൂറത്തുൽ വാഖിഅ. ഈ 3 ആയത്തുകൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഈ 3 ആയത്തുകൾ നമ്മൾ മറക്കരുത്. അല്ലാഹു ചോദിക്കുകയാണ് സൂറത്തുൽ അഅറാഫ് 97, 98 ആയത്തുകൾ. അല്ലാഹു ചോദിക്കുന്നത് അഫഅമിന അഹ്ലുൽ ഖുറാ
അധ്യായത്തിന്റെ 97-ാമത്തെ സൂക്തത്തിൽ അഫഅമിന അഹ്ലുൽ ഖുറാ, ഓ മലക്കാട് പ്രദേശക്കാരാ, ഓ തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ, വയനാട് മാത്രമല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും കവളപ്പാറയിൽ മാത്രമല്ല, തിരുവനന്തപുരത്തെ മലമണക്കാവുന്ന അമ്പൂരിയിൽ മാത്രമല്ല, അല്ല ചോദിക്കുന്ന തീരദേശ പ്രദേശത്തോട് ഒട്ടിക്കിടക്കുന്ന മണക്കാട് നിവാസികളെ, അഫഅമിന അഹ്ലുൽ ഖുറാ, ഈ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് നിർഭയത്വമുണ്ടോ? എന്റെ പരീക്ഷണം വരുമെന്നതിൽ നിങ്ങൾ നിർഭയരാണോ? എപ്പോഴാണ് നിങ്ങൾ കിടക്കുന്ന കിടപ്പില് രാത്രി നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങൾക്ക് എന്റെ പരീക്ഷണം വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് വയനാടുകാർക്ക് മാത്രമല്ല, ഇത് സഭനിവാസികൾക്ക് മാത്രമല്ല, ഇത് കവളപ്പാറക്കാർക്ക് മാത്രമല്ല, ഇത് അമ്പൂരിക്കാർക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും അല്ലാഹു ചോദിക്കുകയാണ്. രണ്ടാമത് അവഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ളഹാ വഹും യൽഅബൂൻ. നിങ്ങൾ മധ്യാഹ്ന സമയത്ത്, പൂർവാഹ സമയത്ത്, 11-12 ഇടയിൽ 9 മണി കഴിഞ്ഞുള്ള ആ ഒരു പൂർവാഹ സമയത്ത് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മക്കൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ മക്കളെ അല്ലെങ്കിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കുമ്പോ, ജോലിയുടെ തിരക്കിലാണ്, ഡ്രൈവിംഗിലാണ്, യാത്രയിലാണ്, അല്ലാഹു ചോദിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ നിർഭയരാകാൻ കഴിയും? എന്റെ പരീക്ഷണം നിങ്ങൾക്ക് വരില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ലാഹു ചോദിക്കുകയാണ്. ഈ 2 ആയത്തും മതി നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ. ഒന്ന് പകലിൽ നമ്മുടെ ശ്രദ്ധയാണ്, 2 രാത്രി നമ്മൾ ഉറക്കത്തിലാണ്. ഉറങ്ങിക്കിടന്നു. ഒരു സഹോദരി പറയാ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ കട്ടിലിൽ വെള്ളത്തിൽ നീന്തുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ വീടിന്റെ ജനാലയിൽ ഭീമാകാരമായ പാറകളും വലിയ മരങ്ങളും വന്ന് കിടക്കുക. പെട്ടെന്ന് എങ്ങനെയൊക്കെയോ വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറിയപ്പോ 2ാമത്തെ പൊട്ടൽ വന്നു. അവിടെ നിന്ന് ഓടി. എന്തായി കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിയേ. ആ നിലയിൽ നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുക, പ്രയാസപ്പെടുക. ഞാൻ പറഞ്ഞ സൂറത്തുൽ വാഖിയയിലെ ഒരു ആയത്ത് നമ്മുടെ മനസ്സിലിരിക്കണം. സ്വന്തം കുഞ്ഞ്, ആ കുഞ്ഞ് വിരലിൽ പിടിച്ചിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോ 2 മക്കൾ ഒലിച്ചുപോയി. മൂത്ത കുട്ടി ഒരു വലിയ മരത്തിൽ പിടിച്ചിട്ട് കിടന്ന് രക്ഷപ്പെട്ടു. ആ ചെറിയ കുട്ടി ഒലിച്ചു പോകുന്നു. ഒലിച്ചു പോയിട്ട് എവിടാണ് മയ്യത്തെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അല്ലാഹു ചോദിക്കുക, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ വഅൻതും ഹീനഇദ് തൻദുറൂൻ, നിങ്ങൾ ആ മനുഷ്യരെ നോക്കിക്കൊണ്ട് നിൽക്കും. രക്ഷപ്പെടുത്താൻ പറ്റുക, രക്ഷപ്പെടുത്തുക. അല്ലാഹു പറയാ, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദ് തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവരുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത്. ആർമിയാകട്ടെ, വിവിധ പാർട്ടികളുടെ സംഘടനകളുടെ അവരുടെ പ്രിയപ്പെട്ട ഈ രക്ഷാകർമ്മത്തിൽ, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇടപെട്ടിരിക്കുന്ന നല്ലവരായ ആളുകളാകട്ടെ, എന്താ നമ്മൾ കണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്, മുസ്ലിം ലീഗിന്റേത്, SDP-യുടേത്, കോൺഗ്രസിന്റേത്, എല്ലാ സംഘടനകളുടെയും ഒക്കെ തോളോട് അവിടെ വായിത്തമില്ല, സംഘടന ഒന്നുമില്ല. അപ്പോഴാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒരു ദുരന്തമായ ഒരു വൃത്തികെട്ടവൻ അവൻ എന്തായാലും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ പറയുന്ന മുഴുവൻ പാർട്ടികളെ വിളിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുടെ പ്രവർത്തകർ അവരുടെ ഉപായമിട്ടുകൊണ്ട് ഈ കാണുന്ന രീതിയിൽ ഊണും ഉറക്കോ ഇല്ലാതെ കൈമയും മറന്നിട്ട് ബോഡികൾ ശേഖരിച്ച്, എന്ത് ബോഡിയാ? ദുർഗന്ധം വമിക്കുന്ന ബോഡികൾ. ഇന്നിപ്പോ എന്റെ കായനാട്ടിലുള്ള സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, 50 ബോഡി കൊണ്ടുവന്നിട്ട് പൊതു ശ്മശാനത്തിൽ അടക്കുക. മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യനൊന്നും അറിയില്ല. ഇനി കിട്ടാതെ വരുമ്പോ ഒന്നുകൂടെ വേണമെങ്കിൽ കുഴിച്ചെടുത്തിട്ട് DNA പരിശോധന നടത്തിയിട്ട് ബന്ധുക്കൾക്ക് കൊടുക്കാം. നിലവിൽ കുഴിച്ചിടുന്നു, കാരണം ഫ്രീസറിന്റെ കുറവുണ്ട്, ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ല, രോഗാണുക്കൾ പരക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി അതാണ് അടുത്ത പരിപാടി, കിട്ടുന്ന ബോഡികൾ പൊതു ശ്മശാനത്തിന് അടക്കം ചെയ്യാൻ, മറവ് ചെയ്യാൻ.
ഇതൊക്കെ ചെയ്യുന്ന എല്ലാ പാർട്ടിക്കാരെ പറ്റിയും പറഞ്ഞെന്താ, ഇവരില്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യൻ പട്ടാളം വലിയ ത്യാഗം ചെയ്തു, അവിടെ മെയിൽ പാലം തോൽപ്പിച്ചു, നമ്മളെ കണ്ടു. അതൊക്കെ വലിയ ഒരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന് കൊടുക്കണം. പക്ഷെ അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏത് പാർട്ടിക്കാരായാലും ആ പാർട്ടിക്കാരുടെ പ്രവർത്തകരുടെ കുപ്പായം കണ്ടിട്ട് ഇതൊന്നും നമ്മുടെ വിഷയമല്ല, നമുക്ക് ആളുകളെ കൊല്ലുന്ന പണിയേ ഉള്ളൂ, അല്ല ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തുന്ന പരിപാടിയൊന്നും ഇല്ലാന്ന് പറയുന്ന വിവരദോഷികളായ എരപ്പാളികൾ. അതിൽപ്പെട്ട ഒരു പ്രമുഖനായ ഒരു വ്യക്തി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ്, ഇവരൊക്കെ കുപ്പായം ധരിച്ചു വെച്ചിരിക്കുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ദുരന്തം വരുമ്പോ ചാടി ഇറങ്ങാൻ കാരണം രണ്ട് കാരണങ്ങളാണ്. തൽക്കാലം ഞാനത് പറയുന്നില്ല. രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. നിങ്ങൾക്കൊക്കെ പക്ഷെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. രണ്ട് കാരണം. ഒന്ന്, നമുക്ക് ചെയ്യുന്നത് പോലെ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളായി പോയി. ഞാനൊരു വർഗീയത പറയുന്നതല്ല. മറ്റൊന്ന്, ആ മണ്ഡലത്തെ പറ്റി നമുക്ക് കൂടുതൽ ഗ്രാഹ്യമുള്ളവരെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷെ ഒന്ന് നമ്മൾ അറിയണം, എന്റെ പ്രിയപ്പെട്ട ഭാര്യ 6 മാസമായ കുഞ്ഞിന്റെ ഉമ്മയാണ്. ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് വേണമെങ്കിൽ എന്റെ ഭാര്യ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ അതിൽ അടിക്കുറിപ്പ് എഴുതി വൃത്തികെട്ടവൻ. ഞാൻ ആ അടിക്കുറിപ്പ് പള്ളിയിലായതുകൊണ്ട് പറയുന്നില്ല, ഒതുകൂടിയായതുകൊണ്ട് പറയുന്നില്ല, ചുമ്മാ ദിവസമായതുകൊണ്ട് പറയുന്നില്ല. എന്റെ ഭാര്യ 6 മാസം കുഞ്ഞിന്റെ ഉമ്മയാണ്. എന്റെ ഭാര്യയ്ക്ക് മുലപ്പാലുണ്ട്. അതുകൊണ്ട് ക്യാമ്പിൽ കിടക്കുന്ന ഏത് കുട്ടിക്കാണെങ്കിലും പാല് കൊടുക്കാൻ എന്റെ ഭാര്യ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നു. മനുഷ്യനാണോ? മനുഷ്യനാവണം. അല്ലെങ്കിൽ മൃഗമാകണം. മൃഗമെങ്കിലുമാകണം. ഈ സന്ദർഭത്തിൽ മനുഷ്യൻ തന്നെ ആകണമെന്നില്ല, ഒരു മൃഗമാകണം, ഒരു കൊമ്പനാനയാകണം, ഒരു ആരെങ്കിലും ആകണം. നിങ്ങൾ പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭർത്താവും ഭാര്യയും, 85 വയസ്സുള്ള ഭർത്താവും 80 വയസ്സുള്ള ഭർത്താവും 75 വയസ്സുള്ള ഭാര്യയും ഒരു ഓടി വലിയ കാപ്പിത്തോട്ടത്തിലേക്ക് കയറുന്നു. ആ ചെന്ന് പെടുന്നത് ഒറ്റയാന്റെ മുമ്പിലാണ്. ആ നിമിഷം ആലോചിച്ച് നോക്കിയേ, എത്ര പേരെയാണ് കൈകൾ തോട്ടത്തിലിട്ട് ചവിട്ടിക്കൊണ്ടത് ആനകൾ, എത്ര പേരെയാണ് കാല് വലിച്ച് കീറിയിട്ട് നാമാവശേഷമാക്കിയത്. ഈ 2 പേര്, ആ പാവപ്പെട്ട അമ്മയും അവരുടെ ഭർത്താവും ആനയുടെ മുമ്പിൽ അകപ്പെടുമ്പോ കൈ തൊഴുതിട്ട്, നിങ്ങൾ അറിയണം ഈ വിഷയം, കൈ തൊഴുതിട്ട് പറഞ്ഞു, വലിയ ദുരന്തത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്, ഞങ്ങൾ ഒന്നും ചെയ്യരുത്. അവരുടെ വോയിസ് ഇന്ന് കേരളം മുഴുവനും വ്യാപകമാണ്. ആ സഹോദരി പറയുന്നു, ആനയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നു, ആനയുടെ കണ്ണിൽ, കാട്ടാനയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ആ നിലയിൽ മൃഗങ്ങൾക്ക് പോലും അല്ലാഹു കരുണ കൊടുത്തു മനുഷ്യരെ. ആ സഹോദരി പറയാ, 2 മണിക്കാ ഞങ്ങൾ ആനയുടെ മുമ്പിൽ അകപ്പെട്ടത്, വെളുക്കുന്നത് വരെ ആനയുടെ കാലിനിടയിൽ നിങ്ങൾ കിടന്നുറങ്ങി. വെളുക്കുന്നത് വരെ കാട്ടാനയുടെ കാലിനിടയിൽ അവർ സുരക്ഷിതരായി കിടന്നുറങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കി, ആ നിലയിൽ അല്ലാഹു തആല മൃഗങ്ങൾക്ക് പോലും കരുണ കൊടുത്തെങ്കിൽ മൃഗങ്ങളെങ്കിലും ആകൂ എന്ന് വർഗീയവാദികളോട് നമുക്ക് പറയേണ്ട അവസ്ഥ. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടുപോയി. അതുകൊണ്ട് തൊണ്ടക്കുടിയിൽ റൂഹെത്തുമ്പോ നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കും, നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂല. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാൻ അവന്റെ അടുക്കൽ തന്നെയുണ്ട്. അല്ലാഹുവിന്റെ അടുക്കലുണ്ട്, മനുഷ്യന്റെ അടുക്കൽ അല്ലാഹുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, ഒരിക്കൽ മസ്ജിദ് നബവിയിൽ അല്ലാഹുവിന്റെ റസൂൽ ജരീർ ബിൻ അബ്ദുല്ലാഹ് എന്ന സഹാബി പറയുന്നു, ഒരു സംഘം സഹാബാക്കൾ കയറി വരിക. അവർ ചെരുപ്പില്ല, അവർക്ക് തുണിയില്ല, പക്ഷെ അവർ കർമ്മനിരതരാണ്. കഴുത്തിൽ വാളുണ്ട്, കഴുത്തിൽ പ്രതിരോധത്തിന്റെ വാളുണ്ട്. പക്ഷേ നഗ്നപാതരും അതുപോലെ തന്നെ നഗ്നരുമാണ് ആ പാവപ്പെട്ട സഹോദരങ്ങൾ. ഗോത്രത്തിൽപ്പെട്ടവരാണ്. മസ്ജിദ് നബവിയിലേക്ക് കയറി വന്നു. പകലിന്റെ മധ്യഭാഗത്ത് നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞു. കഴിക്കാൻ ഒന്നുമില്ലാത്ത പാവങ്ങൾ, പാദരക്ഷയില്ലാത്തവർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, ഒന്നുമില്ലാത്തവർ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് എഴുന്നേറ്റു. ബിലാലിനോട് പറഞ്ഞു, ബിലാലെ ഇഖാമത്ത് കൊടുക്ക്, നിസ്കാര സമയമായി. നിസ്കാരം കഴിഞ്ഞിട്ട് മിമ്പറിലോട്ട് കയറിയിട്ട് 3 ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ ഓതി. ഇമാം ബുഖാരി തന്റെ സഹീഹ് ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്.
ഒന്ന്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഒന്നാമത്തെ ആയത്ത്, മനുഷ്യരെ, നിങ്ങൾ ഒരേ വാർത്തയിലും ഉമ്മയിൽ നിന്നുള്ള മക്കളാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വന്ന നിങ്ങളുടെ സഹോദരങ്ങളാണ്. ഇത് കാണുന്നില്ലേ? അതെ, വയനാട്ടിലുള്ള ജനങ്ങൾ ഒരു ഉമ്മയുടെ വാപ്പയുടെ മക്കളാണ്, നമ്മുടെ ഉമ്മയുടെ വാപ്പയുടെ മക്കളാണ്. ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഓതിയത് സൂറത്തുൽ നിസാഇൽ തന്നെ. അതിന്റെ ബാക്കി ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്നല്ലോ, അവിടെ ഭക്ഷണം ഇടപെടാൻ ഇഷ്ടംപോലെ കിടക്കാൻ സൗകര്യം ഉണ്ടല്ലോ, അവിടെ ഒന്നുമില്ല. ആമരം കൊച്ചുന്ന തണുപ്പത്ത് മനുഷ്യന്റെ ബോഡിയുടെ മയ്യത്തുകളുടെ ദുർഗന്ധം, അഴുക്കിച്ചാറിന്റെ ദുർഗന്ധം. ആ നിലയിൽ ആ പാവപ്പെട്ട മനുഷ്യർ വറങ്ങലിച്ച് കിടക്കാൻ ആ പ്രിയപ്പെട്ട ജനങ്ങളെ അത് നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. മൂന്നാമത്തത് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ആയത്താണ്. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നാളത്തേക്ക് എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ. ഈ മൂന്നായത്ത് ഓതിയപ്പോൾ ജരീർ റളിയല്ലാഹു അൻഹു പറയാൻ, റഅയ്തു ഖൗമൈനി മിൻ തഅം വസിയാബ്, വസ്ത്രത്തിന്റെ ഒരു കൂമ്പാരം മസ്ജിദ് നബവിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഭക്ഷണങ്ങളുടെ ഒരു കൂമ്പാരം മദീനത്തുൽ നബവി മസ്ജിദ് നബവിയിൽ കൊണ്ടുവരുന്ന സഹാബാക്കളുടെ കൈ കഴച്ചിട്ട് അവർ നിലത്ത് വെക്കും, വീണ്ടും എടുക്കും, നിലത്ത് വെക്കും, വീണ്ടും എടുക്കും. എല്ലാ സഹാബാക്കളും വീടുകളിൽ പോയി ഉള്ളത് പിറക്കി കൊണ്ടുവന്നിട്ട് പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് തെളിഞ്ഞു, മുഖം സന്തോഷഭരിതമായി. കഴിയണം സഹോദരങ്ങളെ, നമുക്ക് 1 കിലോ പഴം നമ്മൾ കൊടുത്തു എന്ന് നമുക്ക് സന്തോഷിക്കണം. 1 കിലോ പഴം. നമ്മുടെ മക്കൾ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുമ്പോ വാപ്പയും ഉമ്മയും ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ ആ മക്കൾക്ക് ഒന്നുമില്ല. എത്രയോ സങ്കട കഥകളാണ്. ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് നമുക്ക് സമയം കുറവാണ്, നമ്മളെല്ലാവരും അറിഞ്ഞവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം അല്ലാഹു ഒരു സൂചനയിൽ നമുക്ക് തരും. കഴിഞ്ഞ വർഷം അവിടുത്തെ ആ സ്കൂളിലെ ഒരു വെള്ളാർമലയിലെ സ്കൂളിലെ ഒരു മാഗസിൻ ഇറക്കി. ആ കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ മാർച്ച് ഒരു മാഗസിനിൽ ആ കുഞ്ഞുങ്ങൾ എഴുതിയ ലേഖനങ്ങളിൽ അവസാനത്തെ പേജ് കുട്ടികൾ എഴുതിയ അതിന്റെ എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽ ആ ബോർഡിലെ കുട്ടികൾ എഴുതാനുള്ള ഒരു പേജാണ്. അവരുടെ മനോഹരമായ കളകളാരവം മുഴക്കി ഒഴുകിയിരുന്ന ആ വെള്ളാർമലയിലെ പുഴയെ പറ്റിയിട്ട് അവർ എഴുതി. പേജുകൾ അവസാനത്തെ പേജിൽ അവർ എഴുതിയിരുന്നത് ഒരു കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്. ഒരു കുരുവി, ഒരു ചെറിയ കിളി, ഒരു പറവ അവിടുത്തെ വെള്ളാർമലയിലെ മക്കളോട് പറയുന്നു, മക്കളെ, മനോഹരമാണ് നിങ്ങളുടെ നാട്. ആ മനോഹാരിതയുള്ള പച്ചപ്പുള്ള തേയിലയുടെയും ഏലത്തിന്റെയും മനോഹരമായ കാപ്പിയുടെയും ഇടയിലൂടെ കളകാലം മുഴക്കി ഒഴുകുന്ന കൊച്ചരുവി. ആ അരുവി നാളെ പൊട്ടും. നിങ്ങൾ ആലോചിക്കണം, ഒരു കൊല്ലം മുമ്പ് പൊട്ടും. ആ പൊട്ടുന്ന സന്ദർഭത്തിൽ ഇതേപോലെ കളകളാരവം മുഴക്കി എല്ലാ വെള്ളം ഒഴുകുക. ഭീമാകാരമായ പാറക്കൂട്ടങ്ങളും വലിയ വലിയ മരങ്ങളും വലിയ വലിയ മലവെള്ളപ്പാച്ചിൽ വരും. മക്കളെ, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് എടുത്തോണ്ട് പോവും, പിന്നെ നിങ്ങൾ ഉണ്ടാവൂല. അതുകൊണ്ട് നിങ്ങൾ നിൽക്കല്ലേ മക്കളെ ഈ മണ്ണിൽ എന്നെഴുതിയത്ര മാഗസിനിൽ. 1 കൊല്ലം മുമ്പ് ആ സ്കൂളിലെ കുട്ടികൾ ഗ്രാമോത്സവത്തിൽ അവിടെ പ്രകാശനം ചെയ്ത ആ മാഗസിനിന്റെ അവസാനത്തെ പേജിൽ തന്റെ പ്രിയപ്പെട്ട നാടിനത് ദുരന്തം വരാൻ പോകുന്നു എന്ന് കുഞ്ഞു മക്കളിലൂടെ അറിയിച്ചു കൊടുത്തു. എന്തിനാണ് റെഡ് അലർട്ട്? എന്തിനാണ് യെല്ലോ അലർട്ട്? എന്തിനാണ് ഓറഞ്ച് അലർട്ട്? ഇത് ആരാ നടത്തുന്നത്? എന്തെങ്കിലും സഹായിക്കൂല എന്ന് ചോദിച്ചപ്പോ കേന്ദ്രമന്ത്രിയായ ഒരാൾ പറഞ്ഞത്, ആവശ്യപ്പെട്ട് നിങ്ങൾ തരാൻ സമയമായിട്ടല്ലോ. എവിടാണോ ഇനി സമയാവുക? എവിടെയാ ഇനി സമയാവുക? ആ നിലയിൽ വർഗീയ തിമിരം ബാധിച്ചു പോയ സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോയ ജോസഫിന്റെയും ജോർജിന്റെയും അതുപോലെ തന്നെ ഒരുപാട് ഹിന്ദു സഹോദരങ്ങളുടെയും സഹായിയായി മണക്കാട്ടത്തെ ഓരോ മുസ്ലിമും മാറണം. ആരോ മുക്കട്ടെ, ആരോ തിന്നട്ടെ, നമ്മുടെ വിഷയമല്ല. നമ്മൾ നെയ്യത്താക്കി കൊടുക്കാനുള്ളത് നമ്മളെ സഹായമായി കൊടുക്കാൻ കഴിയണം. കഴിഞ്ഞ വർഷം അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം 4 ആട് വിറ്റ് കൊടുത്ത ഒരു ഉമ്മ, ആ ഉമ്മ ഇപ്പോ പലിശ അടയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന 10,000 രൂപയും
കടയിൽ കിട്ടിയ ലാഭ വിഹിതവും കൊണ്ടുവന്നിട്ട് കളക്ടറെ ഏൽപ്പിച്ചു. ഓരോരുത്തർ അങ്ങനെ സഹായിക്കുന്നു. നാളെ നമുക്ക് വരില്ല, നമ്മൾ കണ്ടോ? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇനി മരണം അധികരിക്കാതിരിക്കാനും മണ്ണിനടിയിൽ പോയവരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിവുണ്ട്. അവരെ ജീവനോടെ കൊണ്ടുവരട്ടെ നമുക്ക് ദ്വാരക്കാം, അല്ലെങ്കിൽ മയ്യത്ത് വേഗം കിട്ടട്ടെ എന്ന് ദ്വാരക്കാം, കുടുംബത്തിൽ ഉള്ളവർക്ക് സമാധാനം കിട്ടട്ടെ എന്ന് ദ്വാരക്കാം, ആ നാട് രക്ഷപ്പെടട്ടെ, നമ്മുടെ നാടുകൾ അല്ലാഹു കാക്കട്ടെ എന്നൊക്കെ നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെ എല്ലാവരെയും എല്ലാ വിപത്തിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടെ ഫലസ്തീൻ മുന്നണി പോരാളികളുടെ നേതാവ് ഇസ്മായിൽ ഹനിയ രക്തസാക്ഷിയായി അല്ലാഹു അദ്ദേഹത്തിന്റെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ